Hey guys, welcome back to my channel. I'm Cascade. Today we're gonna see the explanation of the American series The Vampire Diaries Season 8, Episode number 4. ഇതൊരു ഫ്ലാഷ് ബാക്ക് പോലെ സിബിൽ ഈ പറഞ്ഞിരുന്ന ഐലൻഡാണ് ബഞ്ചർ ഐലൻഡ്. പ്രസന്റ് ടൈമിൽ സ്റ്റെഫൻ അവിടെ ബോധമില്ലാതെ കിടക്കാണ്. അവൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നു, ചുറ്റും നോക്കുന്നു. അവന് മനസ്സിലാകുന്നില്ല അവൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന്. അതുമാത്രമല്ല, സിബിൽ അവരുടെ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഐലൻഡായിരുന്നു അത്. ഈ സമയം സ്റ്റെഫിന്റെ അടുത്തേക്ക് സിബിൽ നടന്നു വരുന്നു. സിബിൽ സ്റ്റെഫിനെ നോക്കി പറയുന്നു, സ്റ്റെഫൻ, ഇന്ന് നിനക്ക് എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിന്റെ കയ്യിലിപ്പം പഴയതുപോലെ ആ ട്യൂണിംഗ് ഫോർക്കും ഇല്ല. സ്റ്റെഫൻ ഈ സമയം പറയുന്നു, ഓ, നിങ്ങൾ എൻ്റെ ബ്രെയിനിനുള്ളിലായിരിക്കും അല്ലേ, എന്നെ എന്തോ വിഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സിബിൽ ഈ സമയം പറയുന്നു, ആ, വിഷനായിരിക്കാം, ബട്ട് നിന്റെ വിഷനാണോ എൻ്റെ വിഷനാണോ എന്നുള്ളതാണ് സംശയം. ആൻഡ് നീ ഇപ്പം ആലോചിക്കുന്നുണ്ടായിരിക്കും, ഞാനെന്താ നിന്നെ ഇങ്ങനെ ഒരു വിഷൻ കാണിക്കുന്നതെന്ന്. ബിക്കോസ് നീ വർത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. എൻ്റെ ബോസ് എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ സ്റ്റോറി അറിഞ്ഞിരിക്കുന്ന വർത്തി പേഴ്സൺസിന്റെ ലിസ്റ്റിൽ നീയും വരുന്നുണ്ട്. സ്റ്റെഫൻ ഈ സമയം ചോദിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ, ആരാ നിങ്ങളുടെ ബോസ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, ആൻഡ് എന്താ നിങ്ങളുടെ ഗോള്? ഈ സമയം സിബിൽ പറയുന്നു, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇപ്പം എന്താണെന്നും ഞാൻ അതിനൊന്നും ആൻസർ ചെയ്യുന്നില്ല. നീ എൻ്റെ പുറകെ വാ, ഞാൻ നിന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാം. ഇതും പറഞ്ഞുകൊണ്ട് സിബിൽ മുന്നോട്ട് നടക്കുന്നു. സ്റ്റെഫൻ ഈ സമയം ആലോചിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. സിബിൽ വീണ്ടും പറയുന്നു, സ്റ്റെഫൻ, ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എൻ്റെ പുറകെ വന്ന് ഞാനുമായിട്ട് ഡീൽ ചെയ്ത് തീർത്താൽ മാത്രമേ നിനക്ക് ഈ പ്ലേസിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ പറ്റൂ. സിബിൽ സ്റ്റെഫിനെയും കൊണ്ട് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നു. അതിനുള്ളിൽ കുറേ മനുഷ്യരുടെ സ്കെൽറ്റൺസ് ഉണ്ടായിരുന്നു. ഇത് കണ്ട് സ്റ്റെഫൻ ചോദിക്കുന്നു, ഇത് ഏതാ പ്ലേസ്, ആൻഡ് ഇവിടെ എന്താ ഇത്രയും സ്കെൽറ്റൺ, എന്തെങ്കിലും സാക്രിഫൈസസ് നടന്നിട്ടുണ്ടോ? ഈ സമയം സിബിൽ ചിരിച്ചുകൊണ്ട് പറയുന്നു, അതൊന്നും അല്ല സ്റ്റെഫൻ, എൻ്റെ സിസ്റ്റർ ഞാൻ അറിയാതെ സെയിലേഴ്സിന്റെ ഡെഡ് ബോഡിയെല്ലാം ഈ കേവിനുള്ളിൽ കൊണ്ട് ഒളിപ്പിച്ചു. ഓരോ പ്രാവശ്യവും എന്നെ ഈ ഐലൻഡിൻ്റെ മറ്റൊരു പ്ലേസിൽ എടുത്തിട്ട് അവൾ ഇവിടെ വരും. ഇവിടെ വന്ന് സെയിലേഴ്സിൻ്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കുറേ മാസ് കട്ട് ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് എന്നോട് പറയും അതെല്ലാം ആനിമൽ മീറ്റാണ്, അവൾ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന്. ഞങ്ങൾ രണ്ടുപേരോടെ അത് കഴിക്കുകയും ചെയ്യും. എനിക്ക് ആ സമയത്ത് ഒരു സംശയവും തോന്നില്ല, അൺടിൽ ഞാൻ ഈ പ്ലേസിൽ വരികയും ഇവിടെ വന്ന് ആ സെയിലേഴ്സിൻ്റെ എല്ലാം ഡെഡ് ബോഡീസ് കാണുകയും ചെയ്യുന്നവരെ. ആൻഡ് എൻ്റെ സിസ്റ്ററിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, ഇതൊരു ബെസ്റ്റ് ഹൈഡിങ് സ്പോട്ടായിരുന്നു. ഇത് ഫുൾ ടൈം വെള്ളത്തിനടിയിലായിരിക്കും ഉള്ളത്. ബട്ട് സംടൈംസ് എക്സ്പെഷ്യലി ഓൺ ലോ ടൈഡ്സ് ഇവിടെയുള്ള വെള്ളം കുറയും ആൻഡ് ഈ പ്ലേസ് വിസിബിൾ ആകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഐലൻഡിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഹൈഡിങ് പ്ലേസ് ആയിരുന്നു ഇത്. ഒരിക്കലും ഞാൻ ഇവിടെ വന്ന് സെയിലേഴ്സിൻ്റെ ഡെഡ് ബോഡി കണ്ടുപിടിക്കില്ലെന്നാണ് എൻ്റെ സിസ്റ്റർ വിചാരിച്ചത്. ഫോർ എ ലോങ് ടൈം എൻ്റെ സിസ്റ്റർ ഇവിടെയാണ് ആ ഡെഡ് ബോഡി എല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ആൻഡ് സ്റ്റെഫൻ, നീ വിശ്വസിച്ചേ പറ്റൂ, ഒരു കാലത്ത് മനുഷ്യൻ്റെ ഫ്ലഷ് കഴിക്കുന്ന ഒരു മോൺസ്റ്ററായിട്ട് ഞാൻ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ ഒരിക്കലും ഈ ഒരു മോൺസ്റ്റർ ലൈഫ് ആഗ്രഹിച്ചിരുന്നുമില്ല. എനിക്ക് ഈ ലൈഫ് എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തതാണ്. ആൻഡ് ഈ ലൈഫിൽ ഞാൻ ഒട്ടും തന്നെ ഹാപ്പി അല്ല. സ്റ്റെഫനി സമയം പറയുന്നു, ദാറ്റ് മീൻസ് നീ ആ പറഞ്ഞ സ്റ്റോറിയിലെ ഐലൻഡ് ഗേൾ നീ അല്ലായിരുന്നു. സിബിലി സമയം പറയുന്നു, അല്ല, ഞാൻ ആ ഐലൻഡ് ഗേൾ അല്ല, വില്ലേജ് ഗേൾ ആയിരുന്നു. ദ ഇന്നസെന്റ് വില്ലേജ് ഗേൾ. ഇന്ന് എന്നെ ഇങ്ങനൊരു മോൺസ്റ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ സിസ്റ്റർ തന്നെയാണ്. സ്റ്റെഫനി സമയം പറയുന്നു, നിങ്ങൾ പറഞ്ഞ കഥയൊക്കെ ഞാൻ വിശ്വസിച്ചു, ബട്ട് അതിൻ്റെ പേരിൽ നിങ്ങളോട് എനിക്ക് സിമ്പതി കാണിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഒരു മോൺസ്റ്ററാണ്. നിങ്ങൾ എൻ്റെ ബ്രദറിനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി, ഈ കാര്യം ഞാൻ മറക്കാനും പോകുന്നില്ല. സിബിലി സമയം പറയുന്നു, ഞാൻ നിന്നോട് പറഞ്ഞോ എനിക്ക് നിന്റെ സിമ്പതി വേണമെന്ന്. നീ മനസ്സിലാക്കിയാൽ മാത്രം മതി, ഞാനും ഈ മോൺസ്റ്റർ ആകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനെയൊരു ലൈഫ് ലീഡ് ചെയ്യാനല്ലാതെ എൻ്റെ കയ്യിൽ മറ്റൊരു വഴിയില്ല. ഇനി നീ പറ സ്റ്റെഫൻ, നീ ഈ സ്റ്റോറിയിലെ ആരാ, വില്ലേജ് ഗേൾ ആണോ അതോ ആ മോൺസ്റ്റർ ഐലൻഡ് ഗേൾ ആണോ? ബിക്കോസ് ഈ സെയിം സ്റ്റോറി നിന്റെ അടുത്തും ആപ്ലിക്കബിൾ ആണ്. ഏകദേശം ഇതേ സ്റ്റോറി തന്നെയാണ് നിന്റെയും നിന്റെ ബ്രദറിന്റെയും. എല്ലാവരും എന്നെ പറ്റി പറയുന്നത് ഞാൻ ഒരുപാട് ക്രൂവലാണെന്നാണ്. ബട്ട് ഒരു സമയത്ത് ഞാൻ ഒരുപാട് ഇന്നസെന്റ് ആയിരുന്നു. എൻ്റെ സിസ്റ്ററാണ് എന്നെ ഇങ്ങനെ ഒരു മോൺസ്റ്റർ ആക്കി മാറ്റിയത്. ഇപ്പം ഞാൻ ഹ്യൂമനെ ഫീഡ് ചെയ്യുന്നു. നീ നിന്റെ കാര്യം ആലോചിക്കുക, നീ ഒരു മോൺസ്റ്റർ ആയിരുന്നു. നിന്റെ ബ്രദർ ഒരുപാട് ക്രൂവലാണ്. നീയാണ് അവനെ ഒരു മോൺസ്റ്റർ ആക്കി മാറ്റിയത്. അവനും ഇപ്പം ആൾക്കാരെ ഫീഡ് ചെയ്യുന്നു. ഈ സ്റ്റോറി എല്ലാം കേട്ടതിന് ശേഷം നീ പറ, നീ ഐലൻഡ് ഗേൾ ആണോ അതോ ആ ഇന്നസെന്റ് വില്ലേജ് ഗേൾ ആണോ? അവിടെ നിന്നാണെങ്കിൽ കട്ടായിട്ട് നമുക്ക് അലാർക്കിനെ കാണാം. അദ്ദേഹം ഇപ്പോഴും ആ ടണലിൽ ലോക്ക്ഡ് ആണ്. അദ്ദേഹത്തിന്റെ ഫോണിൽ ചെറുതായിട്ട് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഫോണിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡിങ്സിൽ അലാർക്കി പറയുന്നുണ്ട്, സെക്കൻഡ് സൈറൺ മറ്റാരുമല്ല, എൻ്റെ ഇന്റേൺ ആയിട്ടുള്ള ജോർജിയാണ്. ആൻഡ് അവൾ എന്നെ ഈ ടണലിൽ ലോക്ക്ഡ് ആക്കിയിട്ടിരിക്കുകയാണ്. അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, ബട്ട് എന്തോ ചീത്ത കാര്യമാണ്. ആൻഡ് ജോർജി എന്നോട് പറഞ്ഞത് പറ്റുവാണെങ്കിൽ ഈ ടണലിൽ നിന്ന് വെളിയിലേക്ക് പൊക്കോളാനാണ്. ഞാൻ ഈ ടണലിൻ്റെ മറ്റേ അറ്റം കണ്ടുപിടിക്കാൻ പോവാണ്. ബട്ട് ഈ ടണലിന് മുന്നോട്ടുള്ള വഴി കാണാൻ പറ്റുന്നില്ല. ആ റോഡ് എവിടെയോ ഹൈഡൻ ആണ്. അതെന്തായാലും കണ്ടുപിടിക്കണം. ഞാൻ ഈ ടണൽ കണ്ടുപിടിച്ചത് ചെവിയിൽ ഹെഡ്ഫോണും വെച്ച് കണ്ണിൽ ഒരു ക്ലോത്തും കെട്ടി ഹൈഡ് ചെയ്തപ്പോഴാണ്. എൻ്റെ 2 സെൻസസ് ഡിസേബിൾ ആയപ്പോഴാണ് എൻ്റെ അൾട്ടിമേറ്റ് സെൻസ് ആക്റ്റീവ് ആയത്.
ഇതൊരു കൈൻഡ് ഓഫ് തിയറിയാണ്. അതേ തിയറി ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. കണ്ണ് ഞാൻ കെട്ടി മുന്നോട്ട് പോകും, ബട്ട് ചെവി കേൾക്കാതാകാൻ വേണ്ടി വേറെ വഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന നൈഫും കൊണ്ട് ചെവി പൊട്ടിക്കാൻ പോവാണ്. ആൻഡ് കാരോലൈൻ, ചിലപ്പോൾ നിന്റെ വാമ്പയർ ബ്ലഡ് കൊണ്ട് എൻ്റെ ചെവി ഹീൽ ചെയ്യിക്കാൻ പറ്റുമായിരിക്കും. ബട്ട് ഇപ്പം എൻ്റെ കയ്യിൽ വേറൊരു വഴിയില്ല. ചെവി ഞാൻ കുത്തി നശിപ്പിക്കാൻ പോവാണ്. നമുക്ക് കാണാം അലാറിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ചെവിയുടെ ഇയർ ഡ്രം പൊട്ടിക്കുന്നു. അതിൻ്റെ ഒരു ക്ലോത്ത് വെച്ച് അത് അടച്ചു പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. അവിടുന്ന് കട്ടായി നമുക്ക് ആ വിഷ്വലിന് വീണ്ടും സ്റ്റെഫിനെ കാണാം. സ്റ്റെഫൻ സിബിലിനോട് പറയുന്നു, ശരി നിങ്ങൾ ബാക്കി കഥ പറ. സിബിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ അവസാനം ആ ഐലൻഡ് ഗേൾ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഡെഡ് ബോഡി എല്ലാം അവളുടെ ചെറിയ സിസ്റ്റർ ആ വില്ലേജ് ഗേള് കണ്ടുപിടിച്ചു. അവൾ ഒരുപാട് ഗിൽറ്റിലായിരുന്നു. സ്റ്റെഫൻ, എൻ്റെ സിസ്റ്റർ ഇവിടേക്ക് വരുന്നുണ്ട്, നിനക്ക് കാണാം അവളുടെ ഫേസ് എങ്ങനെയായിരിക്കും എന്ന്. സ്റ്റെഫൻ ഈ സമയം ചോദിക്കുന്നു, നിങ്ങളുടെ സിസ്റ്റർ രണ്ടാമത്തെ സൈറൻ ആരാണ്? സിബിൽ ഈ സമയം പറയുന്നു, ഇവിടേക്ക് വരുമ്പം നിനക്ക് തന്നെ കാണാമല്ലോ ആരാണെന്ന്. ഈ സമയം ആ കേവിലേക്ക് ആരോ നടന്നു വരുന്ന പോലെ അവർക്ക് രണ്ടുപേർക്കും തോന്നുന്നു. അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നു. നമുക്ക് കാണാം അത് സെലിൻ ആയിരുന്നു, അലാറിക്കിന്റെ കുട്ടികളുടെ കെയർ ടേക്കർ. സെലിൻ ആ പ്ലേസിലേക്ക് വന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡെഡ് ബോഡീസ് എടുത്ത് അവിടേക്ക് എറിയുന്നു. സ്റ്റെഫൻ സെലിനെ കണ്ടിട്ട് വണ്ടേഡ് ആയിരുന്നു. സിബിൽ ഈ സമയം പറയുന്നു, നിനക്ക് നേരത്തെ തന്നെ എൻ്റെ സിസ്റ്ററിനെ പരിചയമുണ്ടെന്ന് തോന്നുന്നല്ലോ സ്റ്റെഫൻ. സ്റ്റെഫൻ ഈ സമയം മനസ്സിലാകുന്നു രണ്ടാമത്തെ സൈറൻ മറ്റാരുമല്ല, സെലിനാണ്. അതായത് സെലിൻ ഇപ്പം റിയൽ ടൈമിലുള്ളത് കരോളിന്റെയും അലാറിക്കിന്റെയും അതേ വീട്ടിലാണ്, കുട്ടികളുടെ കൂടെ. ഇത് സ്റ്റെഫിന്റെ ചെറിയൊരു വിഷൻ മാത്രമാണ്. അതായത് കുട്ടികളുടെ ലൈഫ് ഡേഞ്ചറിലാണ്. ഇതേ സമയം റിയൽ ടൈമിൽ നമുക്ക് സെലിനെ കാണാം. സെലിൻ അലാറിക്കിന്റെ വീട്ടിലാണ് ആൻഡ് കുട്ടികളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ബെഡ് ടൈം സ്റ്റോറീസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സെലിന് ജോർജിയുടെ കോള് വരുന്നു. ജോർജി സെലിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് സെലിൻ നീ എന്നോട് പറഞ്ഞത് അലാറിക്കിനെ ആ ടണലിൽ ലോക്ക്ഡ് ആക്കണമെന്ന്? ആൻഡ് നീ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്? സെലിൻ ഈ സമയം പറയുന്നു, നീ ഇപ്പം ആർമറിക്ക് അടുത്തല്ലേ, ഞാൻ അവിടേക്ക് വരാം, അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ സമയം നമുക്ക് ക്ലിയർ ആകുന്നു രണ്ടാമത്തെ സൈറൻ മറ്റാരുമല്ല, സെലിൻ തന്നെയാണ്. ആൻഡ് ജോർജിയെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സെലിൻ ചെയ്യിപ്പിച്ചതാണ്. ഇതേ സമയം സെലിന്റെ അടുത്തുണ്ടായിരുന്ന അലാറിക്കിന്റെ കുട്ടികൾ ലിസി ആൻഡ് ജോസി സെലിനോട് ഒരു സ്റ്റോറി പറയാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. സെലിൻ ഈ സമയം പറയുന്നു, ഓക്കെ ഞാനൊരു സ്റ്റോറി പറയാം, ബട്ട് ഇത് കുറച്ച് പഞ്ച് സ്റ്റോറിയാണ്. നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്യണം നിങ്ങൾ ഈ സ്റ്റോറി നിങ്ങളുടെ ഫാദറും മദറുമായിട്ട് ഷെയർ ചെയ്യില്ലെന്ന്. ആ രണ്ട് ചെറിയ കുട്ടികളും അതിനൊക്കെയും പറയുന്നു. ഈ സമയം സെലിൻ പതിയെ കഥ പറഞ്ഞു തുടങ്ങുന്നു. ആ കഥ അൽക്കാഡേഴ്സിൻ്റെതായിരുന്നു, ദ ലെജൻഡ് ഓഫ് ഗെയ്ഡ്. ഇതേ സമയം നമുക്ക് വീണ്ടും വിഷനിൽ സ്റ്റെഫിനെ കാണാം. സ്റ്റെഫൻ വീണ്ടും വീണ്ടും സിബിലിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവനെ ഇവിടുന്ന് പോകാൻ അനുവദിക്കാൻ. സിബിലിന് ഈ സമയം ദേഷ്യം വരുന്നു. സിബിൽ ചോദിക്കുന്നു, സ്റ്റെഫൻ ഞാൻ പറയുന്ന സ്റ്റോറി നീ കേൾക്കുന്നുണ്ടോ? നിനക്ക് ഇവിടുന്ന് എങ്ങനെയും പോയാൽ മാത്രം മതിയോ? ഞാൻ പറഞ്ഞു എൻ്റെ സിസ്റ്റർ എന്നെ ഹ്യൂമൻ ഫ്ലഷ് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു എന്ന്. ഇത് നിന്നെ സംബന്ധിച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അത് നിന്നെ സംബന്ധിച്ച് മാറ്റർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണോ, എൻ്റെ സിസ്റ്റർ കരോളിന്റെ കുട്ടികളുടെ നാനിയായിട്ട് അലാറിക്കിന്റെ വീട്ടിലുണ്ടെന്ന്? ആൻഡ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സ്റ്റെഫൻ നീ ഈ കാര്യമെല്ലാം നേരെ ചെന്ന് അലാറിക്കിനോടും കരോളിനോടും പറയില്ലേ? അങ്ങനെ ഞാനെന്തിനാണ് അനുവദിക്കുന്നത്? നീ ആണെങ്കിൽ എൻ്റെ സ്റ്റോറി പോലും മുഴുവൻ കേൾക്കാൻ വേണ്ടി റെഡി ആകുന്നില്ല. ആൻഡ് ബൈ ദ വേ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നീ ഈ കാര്യമൊന്നും അവരോട് ആരോടും ചെന്ന് പറയരുത്. ഇതൊരു സ്പെഷ്യൽ ഓർഡറാണ്, ഓർഡേഴ്സ് വന്നിരിക്കുന്നത് താഴെ നിന്നാണ്. സ്റ്റെഫൻ ചോദിക്കുന്നു, ആര് ഓർഡേഴ്സ് തന്നെന്ന്? ആൻഡ് താഴേന്ന് ഓർഡർ വന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? സൈബൽ ഈ സമയം ഒന്നും മിണ്ടാതെ സ്റ്റെഫിന്റെ അടുത്തേക്ക് വരുന്നു. ആൻഡ് സ്റ്റെഫിന്റെ തലയിൽ കൈവച്ച് അവന്റെ മെമ്മറീസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. സെലിൻ ഇത്രയും നേരം സ്റ്റെഫിനോട് പറഞ്ഞിരുന്ന മുഴുവൻ സ്റ്റോറീസും സ്റ്റെഫിന്റെ ബ്രെയിനിൽ നിന്ന് അവനെ ഫോക്കട്ട് ചെയ്യിപ്പിക്കുന്നു. അവിടെ നിന്ന് കട്ടായി നമുക്ക് റിയൽ ടൈമിൽ സിബിലിനെ കാണാം. സിബിൽ ഇപ്പോഴും ആർമറിയുടെ സെല്ലിൽ ലോക്ക്ഡ് ആണ്. ആ സെല്ലിന് വെളിയിലായിട്ട് ബോധം കെട്ട് താഴെ സ്റ്റെഫിൻ കിടപ്പുണ്ട്. സ്റ്റെഫിൻ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വിഷനെല്ലാം. സ്റ്റെഫിൻ ഈ സമയം ബോധം വരുന്നു, അവൻ എഴുന്നേക്കുന്നു. ബട്ട് അവൻ ആ ഡ്രീമിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് സിബിലിനെ നോക്കി ചോദിക്കുന്നു, സിബിൽ നിങ്ങൾ എന്തിനാണ് ഇവിടുന്ന് ഓടിപ്പോകാതിരുന്നത്? നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് ആരോ വന്നിരുന്നു ആൻഡ് അവർ തന്നെയാണ് എന്നെ ബോധം കെടുത്തതും, എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലേ? സിബിൽ ഈ സമയം പറയുന്നു, സ്റ്റെഫൻ നീ ഉണരാൻ വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്ക് ആദ്യം നിന്റെ ആൻസർ ആണ് വേണ്ടത്. ആൻഡ് ക്വസ്റ്റ്യൻ ദ വെരി സെയിം ക്വസ്റ്റ്യൻ ആണ്, നീ ഐലൻഡ് ഗേൾ ആണോ അതോ വില്ലേജ് ഗേൾ ആണോ? സ്റ്റെഫൻ ഈ സമയം കൺഫ്യൂസ്ഡ് ആയിരുന്നു, അവനൊന്നും ക്ലിയർ ആകുന്നില്ലായിരുന്നു. ഈ സമയം സിബിൽ കണ്ടിന്യൂ ചെയ്യുന്നു, ശരി ആൻസർ ഞാൻ തന്നെ പറയാം. നീ ഹ്യൂമൻസിനെ ഫീഡ് ചെയ്യാത്ത ഒരു ഗുഡ് മോങ്ക് ആണ്. ആൻഡ് നിന്റെ സ്വന്തം ബ്രദർ നിന്റെ ടൗണിലേക്ക് വന്നു ആൻഡ് നിന്റെ ലൈഫ് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള ആ ഇന്നസെന്റ് ആയിട്ടുള്ള വില്ലേജ് ഗേൾ ആണോ നീ? അതോ സ്വന്തം ബ്രദറിനെ അവന്റെ ഇഷ്ടമില്ലാതെ വാമ്പയർ എന്ന് പറയുന്നൊരു മോൺസ്റ്റർ ലൈഫിലേക്ക് തള്ളിവിട്ട ക്രൂക്കഡ് ആൻഡ് മാനിപ്പുലേറ്റീവ് ബ്രദറോ? ആൻഡ് നീ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷമുള്ള ഓരോ മിനിറ്റിലും നീ നിന്റെ ബ്രദറിന്റെ ലൈഫ് നശിപ്പിച്ചുകൊണ്ടേയിരുന്നു, ഏകദേശം ആ ഐലൻഡ് ഗേളിനെ പോലെ. ഇതെല്ലാം കേട്ട് സ്റ്റെഫൻ പറയുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ഓൾഡ് ആയിട്ടുള്ള തിങ്ങാണ്. ഞാനും എൻ്റെ ബ്രദറും ഈ കാര്യങ്ങളെല്ലാം മറന്നു കഴിഞ്ഞു, അതിനെയെല്ലാം സർവൈവും ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ എന്തിനാണ് പഴയ ഗ്രേവ് യാർഡ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്?
ഈ സമയം സിബിൽ പറയുന്നു, ഡെയ്മന്റെ ബ്രെയിൻ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ച് ഞാൻ പറയാം സ്റ്റെഫൻ, നീ ചിലപ്പം ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം സർവൈവ് ചെയ്യുകയോ മോണാകുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് ഡെയ്മൻ അല്ല. ഡെയ്മൻ ഇന്നും ആ കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട്, ഏകദേശം ഇന്നലെ സംഭവിച്ച പോലെ. നീ ഈ കാര്യം നോട്ടീസ് ചെയ്തു. സ്റ്റെഫൻ ഈ സമയം ഇതൊന്നും കേൾക്കാതെ സിബിലിനെ ഇഗ്നോർ ചെയ്ത് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഈ സമയം സിബിൽ വീണ്ടും ചോദിക്കുന്നു, സ്റ്റെഫൻ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനോടെ, നീ പറയണം നീ ആരാണെന്ന്. വില്ലേജ് ഗേൾ ആണോ അതോ ആ ഐലൻഡ് ഗേൾ ആണോ? നിനക്ക് നിന്റെ ബ്രദറിനെ രക്ഷിക്കണമെങ്കിൽ നീ ഇതിൽ നിന്ന് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തേ പറ്റൂ. നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര മോശക്കാരിയായിട്ടുള്ള ഒരാളല്ല. സ്റ്റെഫൻ ഈ സമയം തിരിഞ്ഞിട്ട് പറയുന്നു, അതെ, ഈ 2 ക്യാരക്ടറും ഞാൻ തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഈ 2 ക്യാരക്ടറിലൂടെയും പാസ് ചെയ്ത് പോയിട്ടുണ്ട്. സിബിൽ ഈ സമയം പറയുന്നു, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. യു ആർ റിയലി വർത്തി. നീ എന്നോട് സത്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റോറിയുടെ ക്ലൈമാക്സും നീ കേട്ടേ പറ്റൂ. സിബിൽ അവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നു. ആ ഫ്ലാഷ് ബാക്ക് സീനിൽ നമുക്ക് കാണാം, സിബിൽ ആ കേവ് വിസിറ്റ് ചെയ്യുന്നു. അവൾക്ക് മനസ്സിലാകുന്നു അവൾ ഇത്രയും നേരം കഴിച്ചിരുന്നത് മുഴുവൻ ഹ്യൂമൻ ഫ്ലഷ് ആണെന്ന്. ആൻഡ് ആ സെയിലേഴ്സിന്റെ എല്ലാം ഡെത്തിന് ഇൻഡയറക്ട്ലി കാരണം അവളാണെന്ന് കരുതി ആ ഗിൽറ്റിൽ സിബിൽ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവൾ ഒരു വലിയ മൗണ്ടൈനിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുന്നു. ബട്ട് ഈ സമയം നമുക്ക് കാണാം, ദൂരേന്ന് സെലിൻ അവിടേക്ക് ഓടി വരുന്നു. അവൾ സിബിലിന്റെ അടുത്ത് വന്ന് അവളോട് എഴുന്നേക്കാൻ വേണ്ടി പറയുന്നു. ഇത്രയും കാലത്തെ ആ ഐലൻഡ് ജീവിതത്തിൽ വെച്ച് അവർ രണ്ടുപേരും സിസ്റ്റേഴ്സിനെ പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. സെലിൻ ഈ സമയം തോന്നുന്നു അവൾ ആ ഹ്യൂമൻ ഫ്ലഷ് സിബിലിനെ കൊണ്ട് കഴിപ്പിച്ചതിന്റെ പേരിലാണ് ഇന്ന് അവൾക്ക് അവളുടെ സിസ്റ്ററിനെ നഷ്ടമായിരിക്കുന്നതെന്ന്. നമുക്ക് ഈ സമയം നിലത്ത് മരിച്ചു കിടക്കുന്ന സിബിലിനെ കാണാം. തൊട്ടടുത്തിരുന്ന സെലിൻ ഗോഡ്സിനോടെല്ലാം ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും സിബിലിനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവൾക്ക് അറിയാവുന്ന എല്ലാ ഗോഡിന്റെയും മേലിൽ ആണയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സമയം സെലിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുന്നു. നമുക്ക് മനസ്സിലാകുന്നു അത് അർക്കാഡിയസ് ആണ്. സെലിൻ പറഞ്ഞിരുന്ന സ്റ്റോറിയിലുണ്ടായിരുന്ന അർക്കാഡിയസ്. സെലിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സെലിൻ ഈ സമയം ചോദിക്കുന്നു, നിങ്ങൾ മരിച്ചതല്ലായിരുന്നോ? ഈ സമയം അർക്കാഡിയസ് പറയുന്നു, അതെ, ഞാൻ ഒരു സമയത്ത് മരിച്ചതായിരുന്നു. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഇവിടേക്ക് വന്നിരിക്കുന്നത് നിന്റെ സിസ്റ്ററിന് ലൈഫ് തരാൻ വേണ്ടിയാണ്. ബട്ട് അതിന് ഒരു ഡീലുണ്ട്. സെലിൻ ഈ സമയം പറയുന്നു, എങ്ങനെയെങ്കിലും എൻ്റെ സിസ്റ്ററിനെ ജീവിപ്പിച്ചാൽ മതി. നിങ്ങൾ പറയുന്ന ഏത് ഡീലിനും ഞാൻ ഓക്കെയാണ്. അർക്കാഡിയസ് ഈ സമയം പറയുന്നു, എൻ്റെ പേര് കെയ്ഡ് എന്നാണ്. എന്നെ സ്നേഹത്തോടെ എല്ലാവരും കെയ്ഡ് എന്നാണ് വിളിക്കുന്നത്. നീയും എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. ആൻഡ് എൻ്റെ ഡീലിന് നീ ഓക്കെ പറയുകയാണെങ്കിൽ നിന്റെ സിസ്റ്ററിൻ്റെ ലൈഫ് ഞാൻ നിനക്ക് തരാം. പ്രസന്റ് ടൈമിൽ ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സിബിലിനെ നമുക്ക് കാണാം. സിബിൽ കണ്ടിന്യൂ ചെയ്യുന്നു, അന്ന് അർക്കാഡിയസിൻ്റെ ആ ഡീലിന് എൻ്റെ സിസ്റ്റർ സെലിൻ സമ്മതിച്ചു. ആൻഡ് അതേ ഡീല് കാരണമാണ് ഇന്ന് വരെ ഞങ്ങൾ ഇതിൽ അകപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോൺസ്റ്റർ ലൈഫ് ലീഡ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. ആ ഡീലനുസരിച്ച് അർക്കാഡിയസ് എന്നെയും എൻ്റെ സിസ്റ്ററിനെയും ഇമ്മോർട്ടലാക്കി വെച്ചു. ആൻഡ് ഞങ്ങൾക്ക് എവർലാസ്റ്റിംഗ് യൂത്തും പ്രൊവൈഡ് ചെയ്തു. ആൻഡ് ഞങ്ങൾ സൈറൻസ് അറിയപ്പെടുന്നത് വേൾഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്പീഷ്യസ് എന്നുള്ള പേരിലാണ്. ആൻഡ് ഈ എറ്റേണൽ ലൈഫും ഇമ്മോർട്ടാലിറ്റിയും എവർലാസ്റ്റിംഗ് യൂത്തും അതുപോലെ ആക്സിലറേറ്റഡ് ഹീലിംഗ്, പെട്ടെന്ന് ഞങ്ങളുടെ ബോഡി ഹീലാകും. ഈ ഗിഫ്റ്റ്സിനെല്ലാം കൂടെ വേണ്ടി അയാൾക്ക് വേണ്ടിയിരുന്നത് ഒരേ ഒരു കാര്യമാണ്, ഞങ്ങൾ രണ്ടുപേരും അയാളെ സെർവ് ചെയ്യണം. ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം അയാളെ സെർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ രണ്ടുപേരും ഈവിൾ സോൾസിനെ കണ്ടുപിടിക്കണം. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി ഞങ്ങൾ കൊന്നുകളയണം. ആൻഡ് ആ ഈവിൾ പേഴ്സൻ്റെ ഫ്ലഷ് ഞങ്ങൾ ഫീഡ് ചെയ്യണം. ആൻഡ് അയാളുടെ ഈവിൾ സോളിനെ ഹെല്ലിലേക്ക് പറഞ്ഞയക്കണം, ഹെല്ലിലുള്ള അർക്കാഡിയസിൻ്റെ അരികിലേക്ക്. വേൾഡിലെ തന്നെ ഫസ്റ്റ് സൈക്കിക് ആയിരുന്നു അർക്കാഡിയസ്. അയാളിപ്പോൾ അറിയപ്പെടുന്നത് ഹെല്ലിൻ്റെ കിങ് ആയിട്ടാണ്. ചിലർ അയാളെ ഡെവിളെന്നും വിളിക്കാറുണ്ട്. ഈവിളായിട്ടുള്ള സോൾസിനെ ഹെല്ലിലേക്ക് കൊണ്ടുപോയി അവിടെ പണിഷ് ചെയ്യുന്നതാണ് അയാളുടെ ജോലി. അങ്ങനെയുള്ള ഈവിൾ പേഴ്സൺസിനെ കണ്ടുപിടിക്കുകയും അതിൻ്റെ ഫ്ലഷ് കഴിച്ച് സോളിനെ അയാൾക്ക് വിട്ടുകൊടുക്കുകയാണ് ഞങ്ങളുടെ ജോലി. ആ ഫ്ലഷ് കഴിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂത്തും ലൈഫും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. ആൻഡ് ഞങ്ങൾ വിട്ടുകൊടുക്കുന്ന ആ ഈവിൾ സോൾസ് എന്നേക്കുമായി ഡാർക്ക്നെസ്സിലേക്കാണ് പോകുന്നത്, പെയിൻഫുൾ ആയിട്ടുള്ള ഡാർക്ക്നെസ്സിലേക്ക്. അവിടുന്ന് ആ സോളിനൊന്നും തന്നെ ഒരു തിരിച്ചുവരവില്ല. സ്റ്റെഫനി സമയം പറയുന്നു, സിബിൽ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇത് നിങ്ങളുടെ ഓൺ സ്റ്റോറിയാണെന്നല്ലേ? ആൻഡ് ഈ പറഞ്ഞ ഒറിജിനൽ ഹെൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുമല്ലേ ഇപ്പം എന്നോട് പറഞ്ഞത്? എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഹെൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു ത്രൈസിൽ പോലും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെയാണ് ഡെവിൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഡീല് വെച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. സിബിൽ ഈ സമയം സ്റ്റെഫനെ നോക്കി ഇമോഷണലായിട്ട് പറയുന്നു, സ്റ്റെഫൻ, ഇത് എൻ്റെ സ്റ്റോറിയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിയൽ ഹെല്ലിനെ പറ്റിയാണ്. നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. ദ എറ്റേണൽ ഡാർക്ക് ആൻഡ് പെയിൻഫുൾ ഹെൽ. ആൻഡ് നിന്റെ ബ്രദർ ഒരു പ്രാവശ്യം ഹെല്ലിൽ പോയി അവിടെ വിസിറ്റ് ചെയ്തതാണ്. അവന് നന്നായി അറിയാം അതെന്തുമാത്രം ഈവിൾ ആൻഡ് ഡാർക്കസ്റ്റ് ആയൊരു പ്ലേസ് ആണെന്ന്. ആ ഹെല്ല് റിയൽ ടൈമിൽ കണ്ടതിൻ്റെ പേരിലാണ് അവൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്തത്. നിനക്ക് നിന്റെ ബ്രദറിനെ തിരികെ വേണം എന്നുണ്ടെങ്കിൽ നീ ഫൈറ്റ് ചെയ്യേണ്ടത് ഡെവിളിൻ്റെ അടുത്തുനിന്നാണ്. ദ ലെജൻഡ് ഡെവിൾ അർക്കാഡിയസിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് നിന്റെ ബ്രദറിനെ നീ തിരികെ കൊണ്ടുവരണം.
സ്റ്റെഫൻ ഇതെല്ലാം കേട്ട് വല്ലാതെയാകുന്നു. അവനിതെല്ലാം ഡൈജസ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. സ്റ്റെഫൻ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും സിബിലിനോട് പറയുന്നു, നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സിബിൽ ഈ സമയം പറയുന്നു, ശരി, നീ ഒരു കാര്യം പറ. നിന്റെ ഹ്യൂമൻ ലൈഫിൽ വെച്ച് വാമ്പയേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് നീ വിശ്വസിച്ചിരുന്നോ? ആൻഡ് അങ്ങനെ തന്നെയുള്ളൊരു വാമ്പയറെ നീ സ്നേഹിച്ചോട് തുടങ്ങിയപ്പോഴല്ലേ അങ്ങനെ ഒരു സ്പീഷ്യസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നീ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായത്? വിശ്വാസമില്ലാത്ത എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പം ഇതുപോലെ തന്നെ മനുഷ്യർക്ക് തോന്നും. ബട്ട് അത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഹെല്ലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെവിളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ ഡെവിളിൻ്റെ സർവൻ്റാണ്. ഞാൻ എൻ്റെ ലൈഫിൽ വെച്ച് കേഡിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്, ദ ഡെവിൾ. ഹെല്ലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് വിശ്വാസമാണ്. ആൻഡ് സ്റ്റെഫൻ, ഒരു സമയത്ത് നീയും ഇതേ ഹെല്ലിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ബിക്കോസ് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നീ നിൻ്റെ ഹ്യൂമാനിറ്റി ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പറായിട്ട് മാറാറുണ്ട്. എത്ര പേരെയാണ് നീ കൊന്നു കളഞ്ഞിട്ടുള്ളത്? ഇത്രയും പേരെ കൊന്നതിൻ്റെ പേരിൽ നിൻ്റെ സോളും ഈവിളായിരിക്കും. ആ സിൻസ് എല്ലാം അക്കൗണ്ടബിൾ ആണ് സ്റ്റെഫൻ. നിനക്ക് ഒരു ദിവസം ഹെല്ലിലേക്ക് പോകേണ്ടി വരും. സ്റ്റെഫൻ ഈ സമയം പറയുന്നു, അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ആയിട്ട് ഞാനതെല്ലാം ഫോർഗെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ഏകദേശം 100 വർഷം മുമ്പുള്ള കാര്യമാണ്. സിബിൽ ഈ സമയം പറയുന്നു, നിങ്ങൾ പുതിയതായിട്ട് എത്ര നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും പഴയ നിങ്ങളുടെ സിൻസ് ഒന്നും ഡിലീറ്റഡ് ആകാൻ പോകുന്നൊന്നുമില്ല. അതിനുള്ള പണിഷ്മെൻറ്റ് നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും. ആൻഡ് ഒരു ദിവസം കെയ്ഡ് വന്ന് നിന്നെയും നിന്റെ ബ്രദറിനെയും ഇവിടെ നിന്ന് ഹെല്ലിലേക്ക് കൊണ്ടുപോകും. സ്റ്റെഫനി സമയം പറയുന്നു, ഓക്കെ ശരി, ഞാൻ സമ്മതിക്കുന്നു. ബട്ട് സ്റ്റിൽ നീ തന്നെയല്ല എന്നോട് പറഞ്ഞത് എൻ്റെ ബ്രദറിനെ ഒരു മോൺസ്റ്റർ ആക്കിയത് ഞാനാണെന്ന്. പിന്നെന്തിനാണ് എൻ്റെ ബ്രദറിനെ കൊണ്ടുപോകുന്നത്? ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി അവൻ ചെയ്ത എല്ലാ കാര്യത്തിൻ്റെയും ഉത്തരവാദി ഞാനല്ലേ? ബിക്കോസ് ഞാനാണ് അവനെ ഒരു മോൺസ്റ്ററാക്കി മാറ്റിയത്. സിബിലി സമയം പറയുന്നു, നിന്റെ ബ്രദർ വെറും കുറച്ച് സെക്കൻഡ്സിലേക്ക് ആ ഹെല്ലിലേക്ക് പോയിരുന്നു. റിയൽ ഹെല്ല് കണ്ടതിന് ശേഷം അവൻ അവൻ്റെ ഹ്യൂമാനിറ്റി ടേൺ ഓഫ് ചെയ്തു. ആൻഡ് ഹെല്ലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്നെപ്പോലെ തന്നെ കെയ്ഡിനെ സെർവ് ചെയ്യാൻ വേണ്ടി അവനും റെഡിയായി. ആൻഡ് നിനക്കറിയാവോ ഈ റിയൽ ഹെൽ എങ്ങനെയാണ് ഉണ്ടായെന്ന്? അവിടുന്ന് കട്ടായി നമുക്ക് ഫ്ലാഷ് ബാക്ക് സീൻ കാണാം. കെയ്ഡിനെ വില്ലേജസ് എല്ലാവരോടും ചേർന്ന് ചുട്ടുകൊല്ലാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന് ബോഡിയിലെല്ലാം തീ പിടിച്ചിട്ടുണ്ട്. ഈ സമയം കെയ്ഡിന് മനസ്സിലാക്കുന്നു ഇവിടെയുള്ള ഹ്യൂമൻ കൈൻഡ് മുഴുവൻ തന്നെ നന്ദി കെട്ടവരാണ്. ആൻഡ് കെയ്ഡ് മരിക്കുന്ന സമയത്ത് അയാളുടെ മുഴുവൻ സൈക്കിക് പവറിനെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് വേൾഡ് തന്നെ ഉണ്ടാക്കി. ആൻഡ് ആ ഡിഫറെൻറ്റ് വേൾഡിനെ അയാൾ വിളിച്ച പേരാണ് ഹെൽ. ആൻഡ് ആ വേൾഡിൽ കെയ്ഡ് ജീവിക്കുന്നത് ഇതുപോലുള്ള ഈവിൾ സോൾസിൻ്റെ പവറിനെ അബ്സോർബ് ചെയ്തിട്ടാണ്. ആൻഡ് ഹെല്ലിനുള്ളിൽ അർക്കാഡിയസ് നിനക്കും നിന്റെ ബ്രദറിനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റെഫൻ. ബിക്കോസ് അറ്റ് ലാസ്റ്റ് നീയും നിന്റെ ബ്രദറും ഒരുപോലെ തന്നെയാണ് മോൺസ്റ്റേഴ്സ്. സോ ഗായ്സ്, ഇൻ ഷോർട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 2 സൈറൻസും വർക്ക് ചെയ്യുന്നത് അർക്കാഡിയസ് എന്ന് പറയുന്ന ഒരു സൈക്കിക് പേഴ്സണിന് വേണ്ടിയാണ്. അയാൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് അയാളുടെ സോള് അയാളുടെ മുഴുവൻ സൈക്കിക് പവേഴ്സും യൂസ് ചെയ്ത് മറ്റൊരു ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, ഈ അതർ സൈഡൊക്കെ പോലെ. ആൻഡ് ഡെത്ത് വേൾഡിലേക്ക് പോകുന്ന ഈവിൾ സോൾസിനെ എല്ലാം തന്നെ ഡെത്ത് വേൾഡിലേക്ക് പോകാൻ അനുവദിക്കാതെ ഇയാളുടെ ഈ അതർ ഡയമെൻഷൻ ഈ ഹെല്ലിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ചിലപ്പം ഈ സോൾസിനെ പണിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെയുള്ള പണിഷ്മെന്റ് സെറ്റപ്പ് ഒക്കെ ഭയങ്കര ക്രൂവലാണെന്ന് തോന്നുന്നു. അത് കണ്ടിട്ടായിരിക്കണം ഹെല്ല് വിസിറ്റ് ചെയ്ത ആൾക്കാരെല്ലാം ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ അർക്കാഡിയസിനെ സെർവ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ആൻഡ് നമ്മൾ ഈ പോയിന്റിൽ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, സീസൺ 5 വെച്ച് ഈ ഹെല്ലിന്റെ മെൻഷനിങ് ഉണ്ടായിട്ടുണ്ട്. കാത്രിൻ പിയേഴ്സ് സാധാരണ പോലെ അതർ സൈഡിലേക്ക് പോകുകയല്ല ഉണ്ടായത്. ബാണിയുടെ ബോഡി പാസ് ചെയ്ത് അന്ന് അതർ സൈഡിലേക്ക് പോകാതെ ഏതോ ഒരു ഫോഴ്സ് അവിടേക്ക് വന്ന് ഏതോ ഒരു ഡാർക്കസ്റ്റ് പ്ലേസിലേക്ക് അവളെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ആൻഡ് ആ പ്ലേസ് ഏതാണെന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ അപ്പം വിചാരിച്ചത് അത് ഹെല്ലാണെന്നാണ്. മേ ബി അത് ഈ അർക്കാഡിയസിന്റെ ഹെല്ല് തന്നെ ആയിരിക്കാം. വെൽ, കമ്മിങ് ടു ദ സ്റ്റോറി ലൈൻ, അവിടുന്ന് കട്ടായി നമുക്ക് അലാറിക്കിനെ കാണാം. അലാറിക്ക് ഇപ്പോഴും കണ്ണും കെട്ടി ടണലിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം അയാൾ ഒരുപാട് നോയ്സി ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് വന്ന് നിൽക്കുന്നു. കണ്ണിലേക്ക് കെട്ടഴിച്ച് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നു ഇത് മിസ്റ്റിക് ഫോൾസ് ടൗൺ ഹാർട്ട് പോർഷനാണ്. അദ്ദേഹം അവിടുന്ന് ചുറ്റും നോക്കുന്നു. ഈ ടണലിന്റെ അവസാനം മിസ്റ്റിക് ഫോൾസിന്റെ ക്ലോക്ക് ടവർ ആയിരുന്നു എന്നോർത്ത്. ബട്ട് എന്തിനു വേണ്ടിയാണ് മിസ്റ്റിക് ഫോൾസിന്റെ ടൗണിൽ നിന്ന് ഇങ്ങനെ ആർമറയിലേക്ക് ഒരു ടണൽ ക്രിയേറ്റ് ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അവിടുന്ന് കട്ടായി നമുക്ക് ജോർജിയെ കാണാം. ആ കുട്ടി സെലിനെ വന്ന് കാണുന്നു. നമുക്ക് തോന്നുന്നു ജോർജിയ ഈ സമയം സെലിന്റെ അണ്ടർ കൺട്രോളിലായിരിക്കണം. സെലിൻ ജോർജിയോട് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തോ? ആർമറയ്ക്കുള്ളിൽ പോയിട്ട് എൻ്റെ സിസ്റ്റർ സിബിലിനെ അവിടുന്ന് റിലീസാക്കിയോ? ഈ സമയം ജോർജിയ പറയുന്നു, സിബിൽ എന്നോട് പറഞ്ഞത് അവൾക്ക് ആ സെല്ലിൽ തന്നെ നിന്നാ മതി എന്നാണ്. അവൾ എൻ്റെ കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി റെഡിയായില്ല. സെലിൻ ഈ സമയം പറയുന്നു, ഓക്കെ, എൻ്റെ സിസ്റ്ററിൻ്റെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ അതായിരിക്കും. ബട്ട് എന്തായാലും എനിക്ക് ഈ മെസ്സഞ്ചറെ കൊല്ലേണ്ടതുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് സെലിൻ ജോർജിയെ കൊന്നു കളയുന്നു. കുറച്ച് സമയത്തിന് ശേഷം ജോർജ് കണ്ണു തുറക്കുന്നു. അവൾ എഴുന്നേറ്റ് നോക്കുന്നു. കുറച്ച് ദൂരെയായിട്ട് അവളുടെ ഡെഡ് ബോഡി കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ജോർജിയുടെ എക്സാക്ട് സോളാണ്. സെലിൻ ഈ സമയം ജോർജിക്ക് അരികിൽ പോയിട്ട് അവളുടെ ബോഡിയിൽ നിന്ന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ബോഡിയുടെ ഫ്ലഷ് തിന്നുന്ന
സെലിനെ കണ്ടിട്ട് ജോർജിയുടെ സോള് നന്നായി പേടിക്കുന്നു. ഈ സമയം ജോർജിയെ കാണാം. അവൾക്ക് ചുറ്റുമുള്ള ലൈറ്റ്സ് എല്ലാം പതിയെ മിന്നാനും കെടാനും തുടങ്ങുന്നു. ആൻഡ് ദൂരെന്ന് ഏതോ ഒരു ഫോഴ്സ് വന്ന് അവളെ എവിടേക്കോ വലിച്ചെടുത്തോണ്ട് പോകുന്നു. ആസ് എ വ്യൂവർ നമുക്ക് മനസ്സിലാകുന്നു അതും കാതറിൻ അന്ന് പോയതുപോലെ തന്നെ ഹെല്ലായിരിക്കണം. അവിടുന്ന് കട്ടായി നമുക്ക് ഡെയ്മനെ കാണാം. അവൻ അവന്റെ കാറും കൊണ്ട് ഏതോ ഒരു പ്ലേസിലേക്ക് പോകുന്നു. ആൻഡ് അവിടെ ചെന്ന് ഒരു മനുഷ്യനെ കാണുന്നു. അയാളോട് ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുള്ള ചീത്ത കാര്യങ്ങൾ എന്തെല്ലാവാ? അത് ചോദിച്ചതിന് ശേഷം ആ മനുഷ്യനെ കമ്പൽ ചെയ്തിട്ട് അയാളുടെ തന്നെ ബോഡിയിൽ തീ കൊളുത്തി സ്വയം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അണ്ടർ കമ്പൽഷൻ ആ മനുഷ്യൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. വെന്ത് അയാൾ മരിച്ചു വീഴുന്നു. എന്തായാലും ഇതൊരു പബ്ലിക് സ്പേസ് ആയതുകൊണ്ട് അവിടേക്ക് ഒരു മനുഷ്യൻ ദൂരെ നിന്ന് ഓടി വരുന്നു. ആൻഡ് അയാൾ ഓടി വന്ന് തീ അണയ്ക്കാനും ആ കത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്താനും നോക്കുന്നു. ഈ സമയം ഡെയ്മൻ അയാളെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറയുന്നു, അയാൾ മരിച്ചോട്ടെ, നീ അവന്റെ കാര്യം വിട്, നീ നിന്റെ കാര്യം പറ. നീ നിന്റെ ലൈഫിൽ എന്തുമാത്രം സിൻസാ ചെയ്തിട്ടുള്ളത്? ഈ സമയം അവിടേക്ക് ഓടി വന്ന മനുഷ്യൻ പറയുന്നു, എൻ്റെ പേര് പീറ്റർ മാക്സ്വെൽ എന്നാണ്. ആൻഡ് നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ നോക്കുന്നത്? ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഡെയ്മൻ ഈ സമയം അയാളെ കമ്പൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം ഡെയ്മന് മനസ്സിലാകുന്നു അയാളെ കമ്പൽ ചെയ്യാൻ പറ്റുന്നില്ല. ചെക്ക് ചെയ്യുമ്പോൾ ഡെയ്മന് ക്ലിയർ ആകുന്നു ആ മനുഷ്യന്റെ കയ്യിൽ റുവൈൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു. അത് കാരണമാണ് കമ്പൽ ചെയ്യാൻ പറ്റാഞ്ഞത്. റുവൈൻ്റെ വാച്ച് കണ്ടതോടെ ഡെയ്മന് മനസ്സിലാക്കുന്നു ഇയാൾക്ക് വാമ്പയേഴ്സിനെ പറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. ഡെയ്മൻ ഈ സമയം അയാളെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു. ഈ സമയം ഡെയ്മന് ബാക്കിലേക്ക് ഒരാൾ വരുന്നു. നമുക്ക് മനസ്സിലാകുന്നു അത് മാറ്റാണ്. മാറ്റ് വളരെ ഫാസ്റ്റായിട്ട് ഡെയ്മനെ റുവൈൻ കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. മാറ്റ് ഈ സമയം ഡാഡിനെ വിളിച്ചുകൊണ്ട് ഓടി പീറ്ററിന്റെ അടുത്തേക്ക് പോകുന്നു. റുവൈൻ ബുള്ളറ്റ്സ് കാരണം വീക്കായിട്ടുള്ള ഡെയ്മന്റെ കൈ മുറിച്ച് അവന്റെ വാമ്പയർ ബ്ലഡ് മാറ്റ് അവന്റെ ഫാദറിനെ കൊണ്ട് ഫീഡ് ചെയ്യിക്കുന്നു. അതോടുകൂടി മാറ്റിന്റെ ഫാദറിന്റെ വൂണ്ട് പെട്ടെന്ന് തന്നെ ഹീലാകുന്നു. അയാളോട് മാറ്റ് പറയുന്നു എത്രയും പെട്ടെന്ന് കാറിൽ കയറിയിരിക്കും. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഡെയ്മനെ കാണാം. ഡെയ്മനെ മാറ്റ് ഒരു പ്ലേസിലേക്ക് കൊണ്ടുവന്ന് അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഡെയ്മന് ബോധം വരുന്നു. അവൻ കണ്ണു തുറന്നിട്ട് ചോദിക്കുന്നു, മാറ്റ് നീ എന്തിനാ എന്നെ ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്? മാറ്റ് ഈ സമയം ആൻസർ ചെയ്യുന്നു, നീ എന്തിനാ എൻ്റെ ഫാദറിനെ കൊല്ലാൻ നോക്കിയത്? ഡെയ്മൻ ഈ സമയം പറയുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ആൻഡ് അത് നിന്റെ ഫാദർ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആൻഡ് ആരാണെങ്കിലും ഞാൻ ചിലപ്പോൾ കൊന്നിരിക്കും. ഇത് കേട്ടപാടെ മാറ്റ് ആണെങ്കിൽ ഡെയ്മനെ അടിക്കുന്നു. മാറ്റ് ഈ സമയം പറയുന്നു, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം എലീനെ അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡെയ്മൻ ഈ സമയം ചിരിച്ചുകൊണ്ട് പറയുന്നു, ഏത് എലീന? എൻ്റെ മുമ്പിൽ ആരൊക്കെ വന്നാലും അവരെയെല്ലാം ഞാൻ കൊന്നുകളയും. ആൻഡ് എന്തിനേറെ ഞാൻ ആ ടൈലർ ലോക്കുണ്ണെ വരെ കൊന്നുകളഞ്ഞു. ഈ സമയം മാറ്റിന് ഇത് കേട്ടിട്ട് ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നു. അവൻ ചോദിക്കുന്നു, ഡെയ്മൻ ചിലപ്പോൾ നിന്റെ ഹ്യൂമാനിറ്റി ടേൺ ഓഫ് ആയിരിക്കും, ബട്ട് അതിൻ്റെ പേരിൽ നീ ഒരിക്കലും ടൈലറിനെ കൊല്ലില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. നീ പറ, നീ എന്നോട് നുണ പറഞ്ഞതല്ലേ? ഡെയ്മൻ ഈ സമയം പറയുന്നു, ഇല്ല, ന്യൂയോർക്കിലേക്ക് പോകുന്ന വഴി കാറിലിരുന്ന ടൈലറിനെ ഞാൻ പിടിച്ചു. ഞാൻ അവനെ ബൈറ്റ് ചെയ്ത് കൊന്നുകളഞ്ഞു. ഇനിയും നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നീ പോയി അന്വേഷിച്ച് നോക്ക്. അപ്പം നിനക്ക് കിട്ടും ടൈലർ ലോക്കുണ്ടെ ഡെഡ് ബോഡി. മാറ്റ് ഈ സമയം വല്ലാതെ ഒരു കണ്ടീഷനിലായിരുന്നു. അവൻ പറയുന്നു, ടൈലറിനെ നീ കൊന്നിട്ടുണ്ടെങ്കിൽ, നീ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ ഓർത്തോ ഡെയ്മൻ, ടൈലറിന് വേണ്ടി ഞാൻ വരും, ഞാൻ റിവെഞ്ച് എടുക്കും. ആൻഡ് ഈ കാര്യം അറിയുകയാണെങ്കിൽ എലീന പിന്നെ ഒരിക്കലും നിന്റെ കൂടെ ഒരു ലൈഫിന് വേണ്ടി റെഡിയാകില്ല. അതുമാത്രമല്ല അവൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ വെറുക്കുന്നത് നിന്നെയായിരിക്കും. ഡെയ്മൻ ഈ സമയം ചോദിക്കുന്നു, ഏത് എലീന? എനിക്കൊരു എലീനെ ഓർമ്മയില്ല. എൻ്റെ ആര് ജീവിച്ചാലും വെറുത്താലും മരിച്ചാലും ഒക്കെ എനിക്കെന്നാ. എൻ്റെ ലൈഫിൽ ഒരേ ഒരു ഗേളേ ഉള്ളൂ. അവളെൻ്റെ ട്രൂ ലവ് ആണ്. ആൻഡ് അവളുടെ പേര് സിബിൽ എന്നാണ്. മാറ്റ് ഈ സമയം പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ കൊല്ലും ഡെയ്മൻ. നിന്നെ ഞങ്ങൾ ഓരോ പ്രാവശ്യം കൊല്ലാതെ വിടുന്നത് എലീനയെ ഓർത്തിട്ട് മാത്രമാണ്. നീ എലീനയുടെ അടുത്തുനിന്ന് മൂവ് ഓൺ ആയെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. മാറ്റ് വീണ്ടും ഡെയ്മന്റെ ഫേസിനിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് വീണ്ടും ഡെയ്മനെ കാണാം. അവൻ പറയുന്നു, ഇനി പ്ലാൻ ബിയുടെ സമയമാണ്. അവൻ ആ ചെയർ നീക്കി നിരക്കി ഒരു റാക്കിനടുത്തേക്ക് പോകുന്നു. ആൻഡ് അത് മറിച്ച് അവൻ്റെ തലയിലേക്ക് ഇടുന്നു. ആൻഡ് അവിടെ നിന്ന് ഒരു രീതിയിൽ ആ ചെയിൻസ് എല്ലാം പൊട്ടിച്ച് അവിടെ നിന്ന് എഴുന്നേക്കുന്നു. ആൻഡ് അവിടെയെല്ലാം എന്തോ തപ്പുന്നുണ്ട്. കുറേ സമയം തപ്പിയതിനു ശേഷം ഡെയ്മൻ അവിടെ നിന്നൊരു ബോൾ കിട്ടുന്നു. ആ ബോളിനെ നോക്കി ഡെയ്മൻ പറയുന്നു, ഹായ് ബ്യൂട്ടിഫുൾ. ഈ മെറ്റാലിക് ബോൾ അന്വേഷിച്ച് ഞാൻ എവിടെയെല്ലാം നടന്നു, അവസാനം എനിക്ക് നിന്നെ കിട്ടിക്കഴിഞ്ഞു. സിബിൽ ഈ ബോൾ കാണുമ്പോൾ ഒരുപാട് ഹാപ്പിയാകും. ഡെയ്മൻ എന്നും പറഞ്ഞ് ആ ബോളുമായിട്ട് അവിടുന്ന് പോകുന്നു. ഈ സമയം ആസ് എ വ്യൂവർ നമുക്ക് മനസ്സിലാകുന്നു ഡെയ്മൻ ഇൻറ്റൻസ്ഫുള്ളിയാണ് ആ പ്ലേസിലേക്ക് വന്നത്. ആൻഡ് പർപ്പസ്ഫുള്ളി മാറ്റിന്റെ ഫാദറിനെ അറ്റാക്ക് ചെയ്തതും അയാളുടെ കയ്യിൽ ഈ ബോൾ ഉണ്ടായിരുന്നെന്ന് ഡെയ്മന് നേരത്തെ തന്നെ അറിയായിരുന്നു. മറ്റൊരു സൈഡിൽ നമുക്ക് മാറ്റിനെ കാണാം. അവൻ അവൻ്റെ ഫാദറിനെയും കൊണ്ട് കാറിൽ എവിടേക്ക് പോവാണ്. ആൻഡ് പോകുന്ന വഴി വാമ്പയേഴ്സിനെ പറ്റി എല്ലാം ഫാദറിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. മാറ്റ് ഈ സമയം പറയുന്നു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണിൽ റുവൈൻ ബുള്ളറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. റുവൈൻ കാരണം വാമ്പയേഴ്സ് വീക്കാകും, നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. ഈ സമയം കുറച്ചു നേരം ആലോചിച്ചിട്ട് മാറ്റിന്റെ ഫാദർ പറയുന്നു, അതുകൊണ്ടാണ് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്നോട് പറയുന്നത് എല്ലാ ദിവസവും റുവൈൻ്റെ ഓരോ കപ്പ് ടീ കുടിക്കണമെന്ന്. അതുമാത്രമല്ല നമുക്ക് ആൻസസ്റ്ററായിട്ട് കിട്ടിപ്പോകുന്നതായിരുന്നു റുവൈൻ്റെ ആ വാച്ചും. ഞാൻ മിസ്റ്റിക് ഫോൾസിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് സൺ. മാറ്റ് ഈ സമയം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് മിസ്റ്റിക് ഫോൾസ് ഉപേക്ഷിച്ചിട്ട് പോയത്. ആൻഡ് എനിക്കും ആഗ്രഹമുണ്ട് ആ ടൗൺ ഉപേക്ഷിക്കണമെന്ന്. അവർ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് ഒരു പ്ലേസിൽ വണ്ടി നിർത്തുന്നു.
ആ പർട്ടിക്കുലർ പ്ലേസിൽ ഒരു കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു. മാറ്റ് ആ കാറിനടുത്ത് നിന്ന് അതിന്റെ ഡിക്കി ഓപ്പൺ ചെയ്തു. ആ ഡിക്കിക്കുള്ളിൽ നമുക്ക് കാണാം മരിച്ചിട്ടുള്ള ടൈലർ ലോക്ക്വുഡിന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. ഇത് കണ്ട് മാറ്റ് വല്ലാതെയാകുന്നു. അവൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങുന്നു. ഈ സമയം മാറ്റിന്റെ ഫാദർ അവന്റെ അടുത്ത് വന്ന് അവനെ സമാധാനിപ്പിക്കുന്നു. ആൻഡ് ഇമോഷണൽ സീനോടുകൂടി ഈ എപ്പിസോഡ് എൻഡ് ആകുന്നു. സോ അടുത്ത എപ്പിസോഡിൽ നോക്കാം ഡെയ്മനും സിബിലും കൂടെ അന്വേഷിക്കുന്ന ആ മെറ്റാലിക് ബോളിന്റെ പർപ്പസ് എന്താണെന്ന്, പിന്നീട് അലാറയ്ക്ക് ഇപ്പൊ കണ്ടുപിടിച്ച ആ ടണൽ എന്തിനാണെന്ന്, പിന്നെ 2 സൈറൻസും ആരാണെന്നുള്ള കാര്യം റിവീൽഡ് ആയിട്ടുണ്ട്. അലാറക്കിന്റെ വീട്ടിലുണ്ടായിരുന്ന സൈറൻ സെലിൻ എന്തിനു വേണ്ടിയാണ് അലാറക്കിനെയും കരോളിന്റെ ആ വീട്ടിൽ കയറി പറ്റിയെന്നും കുട്ടികളുമായിട്ട് എന്താ അവരുടെ ഡീലെന്നുള്ള കാര്യവും മുന്നോട്ടുള്ള എപ്പിസോഡിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. പിന്നെ സിബിൽ ഇന്ന് റിവീൽഡ് ആക്കിയിട്ടുള്ള അവരുടെ സ്റ്റോറിയും കെയ്ഡ് എന്ന് പറയുന്ന പുതിയൊരു ക്യാരക്ടറിന്റെ സ്റ്റോറിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാണേണ്ടി വരും. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. ഐ ആം കാസ്കേഡ്. വിൽ ബി ബാക്ക് ടു വിത്ത് അനദർ എപ്പിസോഡ്. ടിൽ ദെൻ വാച്ച് ഔട്ട് ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ. ബൈ ബൈ.